ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് VMware Workstation Pro എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്കൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം VMwareൻ്റെ Workstation എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു VMware Workstation ഡൗൺലോഡ്. നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. VMwareൻ്റെ ഓതറൈസ്ഡ് വെബ്സൈറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ VMware Workstation Pro ഫോർ വിൻഡോസ് മെഷീനിലേക്ക് വേണ്ടിയിട്ടുള്ളതും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ലൈനക്സ് മെഷീനിലേക്ക് വേണ്ടിയിട്ടുള്ളതും നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ മെഷീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിങ്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡൗൺലോഡ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഡൗൺലോഡിന് ശേഷം നമുക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെർച്വൽ മെഷീൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗറേഷൻ ചെയ്യാമെന്നുള്ളതും നോക്കാം. സോഫ്റ്റ്വെയറുടെ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. VMwareൻ്റെ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ മെനു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഓപ്ഷൻസുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. VMwareൻ്റെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഡേഷനും ഞാനിപ്പം എനേബിൾ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഡെസ്ക്ടോപ്പിൽ എനിക്ക് ഐക്കൺ വേണം. നെക്സ്റ്റ്, ഇൻസ്റ്റാൾ. ഓക്കെ, സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ലൈസൻസ്ഡ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലൈസൻസ്ഡ് വേർഷൻ അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഫിനിഷ് ചെയ്യാം. നമുക്ക് നമ്മുടെ മെഷീൻ ഒന്ന് റീബൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. VMware ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിവിടെ VMwareൻ്റെ സോഫ്റ്റ്വെയർ എടുക്കാം. ഞാൻ താൽക്കാലികമായിട്ട് യൂസ് ചെയ്യുന്നത് 30 ഡേയ്സിൻ്റെ ട്രയൽ വേർഷനാണ്. ജസ്റ്റ് ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു, കണ്ടിന്യൂ, ഫിനിഷ്. ഓക്കെ, VMware സോഫ്റ്റ്വെയർ നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെഷീൻ്റെ ബയോസിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ബയോസിൽ പോയിട്ട് ഓൺ ആക്കേണ്ടതാണ്. എൻ്റെ ഈ ഒരു മെഷീനിൽ ഓൾറെഡി ഞാൻ ബയോസിൽ കയറിയിട്ട് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ,